ഏപ്രിലാണ് ഞാൻ ദുബായിലെത്തുന്നത്. ദുബായിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ജേക്കബിന്റെ സ്വർഗരാജ്യമൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ സ്വർഗരാജ്യം കിട്ടിയില്ല. ഞാൻ ഏതൊരു നരകത്തി എത്തിയ ഫീലായിരുന്നു. അങ്ങനെ ഞാൻ ഏപ്രിലിൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് എക്സ്പെക്ട് ചെയ്ത സാധനമൊന്നുമല്ല. ഏപ്രിൽ ഫസ്റ്റ് ഡേ ഞാൻ എത്തി. ഞാൻ എനിക്ക് സിക്സ്ത് വരെ നാട്ടിൽ ഞാൻ വലിയ സംഭവമൊന്നുമില്ലായിരുന്നു. നാട്ടിൽ സ്കൂളിലാണേലും അവിടെ ഭയങ്കര സംഭവമായി. സിക്സ്ത് സംഭവമായി എന്നല്ല, സ്റ്റിൽ ഞാൻ ഭയങ്കര സംഭവമായിട്ട് സ്പോർട്സ് ആർട്സ് പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്പോർട്സിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ സിക്സ്ത്തില് ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സിക്സ്ത്തിൽ സ്കൂളിൽ പോയപ്പോഴാണ് സ്പോർട്സ് ഡേന് ഷോർട്ട് പുട്ടിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്പോർട്സ് മീറ്റ് അങ്ങനത്തെ പരിപാടിക്ക് മുൻഷി മീറ്റ്, സഹോദയ, ഈ സംഭവത്തിനൊക്കെ പോയി. സഹോദയയിൽ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി. മുൻഷി മീറ്റ് ഒന്നും കിട്ടിയില്ല. എനിക്കത് മുൻഷി മീറ്റ് ഞാൻ പോയ ലാസ്റ്റ് മീറ്റാണ്. അങ്ങനെ അവിടുത്തെ ടീച്ചർമാര്, സാറ്, ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ വൈബാണ്. ഇപ്പോഴും അവരൊക്കെ വൈബാണ്. പക്ഷെ ഞാൻ മാത്രം അങ്ങനെ അവിടെ വൈബായി നിൽക്കുന്ന ടൈമില് സിക്സ് സ്റ്റാർട്ടിങ് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നൊരു സെക്കൻഡ് ഹാഫിന്റെ ഒക്കെ തുടക്കം എത്തിയപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ കളറായി തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് നാട്ടിൽ കണ്ട ദുബായിക്ക് വരണം, ഇവിടെ പഠിക്കണം, അവിടെ മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കിച്ചു അച്ഛനെ അമ്മനെ കൊണ്ട്. പക്ഷെ അവസാന നിമിഷം എല്ലാം കൂടെ അവിടെ കളർഫുള്ളായി. പക്ഷെ ഇവിടോട്ട് വരാനുള്ളതായി ഒരുമാതിരി ഞാൻ സെറ്റ് ലൈഫ് ടൈപ്പായി. പക്ഷെ സ്റ്റിൽ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ആൾക്കാരൊക്കെ വൈബായിരിക്കും, എല്ലാം രസമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷയാണ് എത്തിയത്. പക്ഷേ ഞാൻ ഉദ്ദേശം ഒന്നും നടന്നില്ല. ഇവിടെ ഫസ്റ്റ് ഡേ എത്തിയപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിലൊരു നമ്മളിപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഒറ്റയ്ക്ക് നമ്മൾ എവിടെയാണോ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കാന്ന് വെച്ചോ, അത്രയും മെന്റൽസിന്റെ ഇടയിൽ നമ്മളാണ് പ്രാന്തെന്ന് നമുക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ കോമഡിയാണ്. ഞാൻ എന്താണ് പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ഷർട്ട്, മറ്റേ ബ്രൗൺ പാന്റ്, ടക്കിൻ ചെയ്ത് കയ്യൊക്കെ ഇവിടെ കിട്ടി, ഇതൊക്കെ അച്ഛൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ പുതിയ സ്കൂളിൽ എന്നൊക്കെ വെച്ചാൽ അങ്ങനെ നല്ല ഡ്രസ്സിങ്ങിൽ പോയി. അവിടെ ചെന്നു ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി ഞാൻ എത്തിയ സ്ഥലം റോങ് ആണ്. ഒരാവശ്യമില്ലായിരുന്നു എനിക്കെന്ന്. ഇതേപോലത്തെ ഒരു കത്തി കൊണ്ട് എന്നെ കുത്താനുള്ള ഫീൽ വരെ എനിക്കൊന്നും. പക്ഷെ അഭിമാന പ്രശ്നം കാരണം എനിക്കിനി നാട്ടിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ, അസ്മി വൈ, ഞാൻ നാട്ടിലെ ഫെയർവെൽ പാർട്ടി അത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് എല്ലാരെയും വീട്ടിൽ വിളിച്ച് ഫുൾ അടിച്ച് പൊളിച്ച് ബ്ലാസ്റ്റ് നടത്തിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ഇപ്പൊ നാട്ടിൽ പോയിരുന്ന ഒരു ഇതായില്ലേ. ബേസിക്കലി ഞാൻ ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി മലയാളം എഴുതാനും പഠിക്കാനും ഇഷ്ടമല്ല. പക്ഷെ മലയാളം ഇപ്പൊ എനിക്ക് വായിക്കാൻ അറിയാം, സംസാരിക്കാൻ ഓഫ് കോഴ്സ്. ഹിന്ദി ഇവിടെ വന്നപ്പോൾ ഞാൻ ഹിന്ദി പഠിച്ചു സംസാരിക്കാൻ. പക്ഷെ ഞാൻ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രഞ്ചാണ്. അങ്ങനെ ഹിന്ദിയൊക്കെ ഇവിടെ സെക്യൂരിറ്റികളുടെ അടുത്തും ആൾക്കാരുടെ അടുത്ത് ഇവിടെയൊക്കെ ഹിന്ദിക്കാരാണ് കൂടുതലും. കുറെ പേരുണ്ട്, പക്ഷെ മലയാളികളും ഉണ്ട്. അതാണ് മലയാളികളാണ് ഏറ്റവും കൂടുതൽ, പക്ഷെ ഹിന്ദിക്കാരും ഉണ്ട്. അങ്ങനെ ഹിന്ദിക്കാരോട് സംസാരിച്ച് ഞാൻ ഹിന്ദിയും പഠിച്ചു കുഴപ്പമില്ലാതെ പറയാൻ പറ്റും. അങ്ങനെ ഹിന്ദി പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഹിന്ദിയും മലയാളം. ഫ്രഞ്ച് പക്ഷേ വെരി ഈസി, ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ തന്നെ, പ്രൊണൗൺസിയേഷനിൽ മാത്രം വ്യത്യാസം. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ എന്താണ് ഫുൾ മനസ്സിലായല്ലോ തെറ്റിപ്പോയി സ്ഥലം എന്ന്. പിന്നെ എങ്ങനെയും കടിച്ചു പിടിച്ച് നിൽക്കാന്ന് വെച്ച് ഞാൻ ഒരു സ്റ്റുഡൻ്റായി വന്ന ഞാൻ ഒരു പ്രവാസി ടൈപ്പിൽ കടിച്ചു പിടിച്ച് നിൽക്കാന്നൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ആ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി.